വീട്ടമ്മമാരെ പച്ചക്കറി നുറുക്കിയെറിഞ്ഞ് പാക്കറ്റിലേക്ക് വിൽക്കുന്ന ഒരു ബിസിനസ് ആരംഭിച്ചാൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കില്ല. കേരളത്തിൽ എവിടെയും നുറുക്കിയ പച്ചക്കറികൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. കേരളത്തിൽ 53 ലക്ഷം സ്ത്രീകൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്നവരാണ്. ജില്ലാ കളക്ടർമാർ മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ വരെ ചോറിനൊപ്പം 2ഉം 3ഉം കറിയും കൂടി വെച്ചാണ് ഈ പെണ്ണുങ്ങൾ അത്രയും ജോലിക്ക് പോവുക. സ്ത്രീകൾക്ക് ഏറ്റവും അധികം സമയം പോകുന്ന പണി പച്ചക്കറി നുറുക്കി കൂട്ടുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ആശയം നടപ്പിലാക്കിയാൽ അത് വിജയിപ്പിക്കാൻ ഈ വീട്ടമ്മമാർ തന്നെ മുന്നിട്ടിറങ്ങും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പുതിയ ആശയമല്ല. വികസിച്ച സമൂഹങ്ങളിൽ ഇതൊക്കെ മുന്നേ ഉണ്ട്. യൂറോപ്പിലെ വിമാനത്താവളങ്ങളിൽ വരെ കട്ട് വെജിറ്റബിൾസ് വിൽക്കുന്ന ചെറിയ കിയോസ്കുകളുണ്ട്. അമേരിക്കയിലും സിംഗപ്പൂരിലുമെല്ലാം സൂപ്പർ മാർക്കറ്റുകളിൽ കട്ട് വെജിറ്റബിൾസിന് ഡെഡിക്കേറ്റഡ് സെക്ഷൻ ഉണ്ട്. ജപ്പാനിൽ കട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട് സ്മൂത്തികൾക്കായി അരിഞ്ഞ പഴങ്ങളും കിട്ടുന്ന വെൻഡിംഗ് മെഷീനുകളുണ്ട്. കേരളത്തിൽ ലുലു മാളിലെ ഫ്രോസൺ സെക്ഷനിൽ ഇടയ്ക്കിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട് വെജിറ്റബിൾസ് കാണാറുണ്ട്. എൻ്റെ ഭാര്യ അവിടെ പോയാൽ ആദ്യം കുട്ടയിലെടുത്തെടുക്കുക ഇതായിരിക്കും. അല്ലെങ്കിൽ തീർന്നു പോയാലോ? ശരിയാണ്, അത് ചൂടപ്പം പോലെയാണ് വിൽക്കുന്നത്. സാമ്പാറിന് നുറുക്കിയത്, അവിയലിനുള്ളത്, അങ്ങനെ പല പാകത്തിൽ അവിടെ കാണാറുണ്ട്. പിന്നെ ഇടയ്ക്കിടെ മാത്രം ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും സവാള നുറുക്കിയതും. അരിഞ്ഞ പച്ചക്കറി കിട്ടിയാൽ വാങ്ങണേ എന്ന് എപ്പോൾ ഗ്രോസറി സ്റ്റോറിൽ പോയാലും വീട്ടുകാരെന്നെ ഓർമ്മിപ്പിക്കും. ഞാനത് നോക്കാറുമുണ്ട്, എവിടെയും കാണാറില്ല എന്ന് മാത്രം. എന്താണ് അതാരും വിൽക്കാത്തത്? ഇത്രയും ഡിമാൻഡുള്ള മാർക്കറ്റിൽ ഒരു വലിയ പെയിൻ സോൾവ് ചെയ്യുന്ന ഇത്തരം ഒരു കാര്യം എന്താണ് റീറ്റെയിലർമാർ അഡ്രസ്സ് ചെയ്യാത്തത്? അതാണ് പറഞ്ഞത്, നിങ്ങളിത് തുടങ്ങൂ. ഇതിൻ്റെ വിജയസാധ്യത നിങ്ങൾ കാണുന്നതിനൊക്കെ അപ്പുറമാണ്. പച്ചക്കറി നുറുക്കി പാക്കറ്റിലേക്ക് വിൽക്കുന്ന വീട്ടിൽ തുടങ്ങാവുന്ന ഈ സംരംഭത്തെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഒരുപക്ഷെ ആ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ തുടക്കമായാലോ? ലിങ്ക് ഫസ്റ്റ് കമൻ്റായി നൽകാം. സമയമുണ്ടാകുമ്പോൾ ബിനീഷ് അരവിന്ദൻ എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വീഡിയോ കണ്ടു നോക്കൂ.